എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ വിവാഹം വഴുകുന്നതിനെ പറ്റിയാണ്. ഞാൻ കുറച്ചും കൂടി ജാതകങ്ങളോ അല്ലെങ്കിൽ സാധ്യതകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ജാതകത്തിലേക്ക് വരുമ്പോൾ ലഗ്നം ഇരിക്കുന്നത് ഇടവം രാശിയിലാണ്. ലഗ്നാധിപനായ ശുക്രൻ ഉച്ചനായി മീനം രാശിയിൽ 11-ൽ നിൽക്കുന്നു. നിങ്ങൾക്കിത് കാണാം. ലഗ്നാധിപൻ ഉച്ചനായി 11-ൽ നിൽക്കുന്നു ശുക്രൻ. കൂടാതെ 7-ാം ഭാവാധിപനായ ചൊവ്വ 6-ൽ നിൽക്കുന്നു. അതുകൂടാതെ 11-ാം ഭാവത്തിൽ ബുധനും വ്യാഴവും കൂടെ നിൽക്കുന്നു. ബുധൻ അവിടെ നീചനായിട്ടാണ് ഇരിക്കുന്നത്. മീനം രാശിയിൽ ബുധൻ നീചനാവുകയാണ് ചെയ്യുന്നത്. 2-ാം ഭാവാധിപൻ നീചനാവുകയും 5-ാം ഭാവാധിപൻ കൂടി ഇവിടെ നീചനായി നിൽക്കുന്നു, ബുധൻ. ഇതും കൂടി നിങ്ങൾ ഈ ജാതകത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഈ ജാതകത്തിൽ വിവാഹം വളരെ ലേറ്റ് ആയിട്ടാണ്. ഇപ്പോഴും വിവാഹം നടന്നിട്ടില്ല, വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ ഡിലേ ആയിട്ടാണ് വിവാഹം നടക്കാൻ. ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു ജാതകമാണ് ഇത്. അപ്പോൾ ഈ സാധ്യതയിൽ പറയുന്നത് വ്യാഴവും ശുക്രനും ഒന്നിച്ചൊരു രാശിയിലിരിക്കുമ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വ്യാഴവും ശുക്രനും 5 ഡിഗ്രിക്കുള്ളിൽ ഒരു രാശിയിലിരിക്കുകയാണെങ്കിൽ അത് 11-ാം ഭാവത്തിലും കൂടി വരുന്ന സമയത്ത് ഏത് രാശിയിലും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ 11-ാം ഭാവത്തിൽ വ്യാഴവും ശുക്രനും ഇരിക്കുന്ന ഒരുപാട് ജാതകങ്ങൾ ഒന്നിച്ച് 5 ഡിഗ്രി ഉള്ളിലേക്ക് ഇരിക്കുന്ന ജാതകങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വിവാഹം വളരെ വഴുകുന്നതും വിവാഹ തടസ്സങ്ങളും. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിരിക്കേണ്ടത്. കൂടാതെ ഇവിടെ പാപനായ ഗ്രഹം ബുധനും കൂടി വ്യാഴത്തിന്റെയും ശുക്രനെയും സ്വാധീനിച്ചിട്ടുമുണ്ട്. അതുകൂടെ ഈ ജാതകത്തിൽ വിവാഹം ഡിലേ ആവാനുള്ള ഒരു കാരണമായി കാണുന്നു. കൂടാതെ 4-ാം ഭാവത്തിലിരിക്കുന്ന ചന്ദ്രൻ 8-ാം ഭാവമായിട്ടാണ് ബുധനും വ്യാഴവും ശുക്രനും വന്നിരിക്കുന്നത്. ചന്ദ്രൻ 8-ാം ഭാവത്തിൽ ഇരിക്കുന്ന ബുധൻ, വ്യാഴം, ശുക്രൻ, പ്രത്യേകിച്ച് ശുക്രൻ ഇരിക്കുമ്പോൾ തന്നെ അതും വിവാഹത്തിലൊരു തടസ്സമായി കൂട്ടാവുന്നതാണ്. ആ ഒരു കാരണം കൊണ്ട് മാത്രം വിവാഹം ഡിലേ ആവണമെന്നില്ല. പല കാര്യങ്ങളും ഒന്നിച്ചു വരുമ്പോഴാണ് വിവാഹത്തിൽ ഡിലേ വരുന്നതും ഇല്ലെങ്കിൽ വിവാഹ തടസ്സം വരുന്നതും വഴുകുന്നതുമൊക്കെ. മനസ്സിലായല്ലോ? അങ്ങനെയാണ് നോക്കേണ്ടത്. ഈ ജാതകത്തിൽ പല സാധ്യതകളും ഒന്നിച്ചു വന്നത് കൊണ്ടാണ് ഈ ഒരു ജാതകം ഞാൻ നിങ്ങൾക്ക് ഒരു ശനിയുടെ സ്വാധീനമില്ലാതെയും എങ്ങനെ വിവാഹം ഡിലേ ആകുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു ജാതകം ഞാൻ കൊണ്ടുവന്നത്. ഇതും ഒരു കാരണം തന്നെയാണ്. നമ്മൾ വേറെ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ടത്, 2-ാം ഭാവത്തിന്റെ പ്രാധാന്യം കൂടി ശ്രദ്ധിക്കണം. 2-ാം ഭാവം എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബമാണ് 2-ാം ഭാവം. ഈ 2-ാം ഭാവാധിപൻ ഇവിടെ നീചനാവുന്നതും കൂടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുക. അതും ഒരു സാധ്യത കൂടി ആണ് എന്നുള്ളതും മനസ്സിലാക്കുക. 2-ാം ഭാവത്തിന് പാപബന്ധങ്ങളോ 2-ാം ഭാവാധിപനും പാപബന്ധങ്ങളോ മോശമായി 7-ാം ഭാവവും കൂടി പിഴച്ചിട്ടുണ്ടെങ്കിൽ, 7-ാം ഭാവവും മോശമായിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് വൈകാനുള്ള ഒരു കാരണം കൂടിയാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ എപ്പോഴും ഒരു ജാതകം കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ച് നോക്കണം. ഒരു സാധ്യതകൾ കൊണ്ട് മാത്രം, ഒരിക്കലും 7-ൽ ശനി ഇരിക്കുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ വ്യാഴവും ശുക്രനും ഒരു രാശിയിൽ ഇരിക്കുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ 2-ാം ഭാവത്തിന് നീചമായ ഗ്രഹങ്ങൾ ഇരിക്കുകയോ അങ്ങനെ പാപഗ്രഹങ്ങൾ ഇരിക്കുകയോ ഒക്കെ ചെയ്തത് കൊണ്ട് മാത്രമോ ഇല്ലെങ്കിൽ ശുക്രൻ നീചനായതുകൊണ്ട് മാത്രമോ ഒരിക്കലും വിവാഹം വഴുകുന്നതല്ല. ഇതെല്ലാം കൂടി ഒരു സാധ്യത വന്നാൽ മാത്രമാണ് വിവാഹം ഡിലേ ആവുന്നത്. എപ്പോഴും ഒരു ഭാവത്തിന്റെ തൽപതിക്കും ഭാവാധിപനും കാരകഗ്രഹവും മോശമായാൽ മാത്രമാണ് ഒരു രാശി ഇല്ലെങ്കിൽ ആ ഒരു ഭാവം മൊത്തത്തിൽ അത് മോശമായി എന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കുമ്പോൾ, ഈ ജാതകത്തിൽ നോക്കുമ്പോൾ 7-ാം ഭാവാധിപൻ 6-ൽ ചൊവ്വ ഇരിക്കുന്നു. 7-6 കണക്ഷൻ എന്ന് പറയുന്നത് വിവാഹ കാര്യങ്ങൾക്ക് വളരെ മോശമായ ഒരു കണക്ഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് പാപനായ ചൊവ്വ വരുമ്പോൾ അത് വിവാഹം കഴിഞ്ഞാൽ കൂടെ മോശം അവസ്ഥകൾ ജീവിതത്തിൽ സൃഷ്ടിക്കും. പ്രത്യേകിച്ച് ചൊവ്വയുടെ ദശാകാലം വിവാഹം കഴിഞ്ഞാൽ വരികയാണെങ്കിൽ അതുകൂടെ വെക്കുക. കൂടാതെ വ്യാഴവും ശുക്രനും 5 ഡിഗ്രിക്കുള്ളിൽ ഇരിക്കുന്നത് കൊണ്ടുകൂടെ ഈ ജാതകത്തിൽ വിവാഹം ഡിലേ ആവുന്നത് ഒരു കാരണമായി കാണാവുന്നതാണ്. മനസ്സിലായല്ലോ? ഇങ്ങനെ വേണം നമ്മൾ എപ്പോഴും ജാതകം എടുത്തു നോക്കാൻ വേണ്ടി. ഒരിക്കലും ഒരു കാരണം കൊണ്ട് മാത്രം വിവാഹം ഡിലേ ആവുന്നതല്ല എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ചില ജാതകങ്ങളിൽ ഇപ്പോൾ നിങ്ങൾ ഇതെടുത്തിട്ട് ജാതകം നോക്കും, നിങ്ങളുടെ ജാതകം തന്നെ സ്വയം പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ വ്യാഴം ശുക്രനും കൺജക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും.
പക്ഷേ അതുകൊണ്ട് മാത്രം നിങ്ങൾ പേടിക്കേണ്ടതില്ല, എന്റെ വിവാഹം നടക്കില്ല, വിവാഹ ഭാഗ്യമുണ്ടാവില്ല എന്ന് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്നുകൂടെ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് വേറെ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്കിനി ഈ ഒരു ജാതകം നോക്കാം. വിവാഹം വൈകിക്കൊണ്ടിരിക്കുന്ന ഒരു ജാതകമാണ്. ഇപ്പോഴും വിവാഹം ആയിട്ടില്ല. എനിക്ക് ഈ അടുത്തായിട്ട് വന്ന കൺസൾട്ടേഷനിൽ വന്ന ഒരു ജാതകം കൂടിയാണ്. ഇതുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാമെന്ന് വിചാരിച്ചു. നമുക്കിനി ഈ ഒരു ജാതകത്തിലേക്ക് വരാം. ലഗ്നം ഇരിക്കുന്നത് ധനുരാശിയിലാണ്. ലഗ്നാധിപനായ വ്യാഴം 11 ഇരിക്കുന്നു. ശുക്രന്റെ ക്ഷേത്രത്തിലാണ്, തുലാം രാശിയിലാണ് ഇരിക്കുന്നത്. അത്ര സുഖമുള്ള ഒരു രാശിയല്ല, വ്യാഴത്തിന് ഇരിക്കാൻ പറ്റുന്ന ഒരു രാശിയല്ല. വ്യാഴത്തിന് ഇരിക്കാൻ പറ്റാത്ത ഒരു 2 ക്ഷേത്രങ്ങളാണ് ബുധന്റെ ക്ഷേത്രവും ശുക്രന്റെ ക്ഷേത്രവും. വ്യാഴത്തിന് അത്രത്തോളം നല്ലൊരു രാശിയല്ല എന്നുള്ളതും കൂടി ഓർമ്മിക്കുക. അങ്ങനെ മാത്രം നോക്കി നമുക്ക് ഒരു ഗ്രഹത്തിന്റെ ബലം പറയാൻ പറ്റില്ല. വേറെയും കുറെ കാര്യങ്ങൾ നോക്കണം. ഞാനൊന്ന് പറഞ്ഞു വന്നു എന്നേ ഉള്ളൂ. എന്നാലും പൊതുഫലം എന്ന് പറയുന്നത് വ്യാഴത്തിന് ശുക്രന്റെ രാശി അത്ര ഉത്തമമല്ല എന്നുള്ളതാണ്. എന്നാൽ 11ന്റെ സ്ഥാനബലം വ്യാഴത്തിന് എപ്പോഴും ഉണ്ടാവും. 11 ഇരിക്കുന്ന വ്യാഴം എന്നും ബലവാനായിരിക്കും എന്നുകൂടെ ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഈ ജാതകത്തിൽ നോക്കേണ്ടത് 7 ചൊവ്വ ഇരിക്കുന്നു. 11 ഭാവാധിപനായ ശുക്രൻ 11 ഇരിക്കുന്നു. രാഹു 11 ഇരിക്കുന്നു. രാഹുവിന്റെ നല്ലൊരു പൊസിഷൻ തന്നെയാണ് 11 എന്ന് പറയുന്നത്. അതുകൂടെ നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഇതിലും നോക്കുമ്പോൾ, ഈ ജാതകത്തിലും നോക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, വ്യാഴവും ശുക്രനും ഒന്നിച്ച് 11 ഇരിക്കുന്നത് തന്നെയാണ് ഈ ജാതകത്തിലും. പാപനായ രാഹുവിന്റെ കൂടെ ഇരിക്കുന്നത് തന്നെയാണ് ഈ ജാതകത്തിലും വിവാഹം വഴുകാനുള്ള ഒരു കാരണം. 5 ഡിഗ്രിക്കുള്ളിൽ തന്നെയാണ് വ്യാഴവും ശുക്രനും ഇരിക്കുന്നത് എന്നുള്ളതാണ് ഈ ജാതകത്തിൽ ശ്രദ്ധിക്കേണ്ടത്. 5 ഡിഗ്രിക്കുള്ളിൽ വ്യാഴവും ശുക്രനും ഇരുന്നു കഴിഞ്ഞാൽ അത് വിവാഹത്തിന് ഒരു ഡിലേ തരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂടാതെ ഈ ജാതകത്തിൽ നോക്കുമ്പോൾ ചന്ദ്രശനി യോഗം എന്ന് പറയുന്നത് അത്ര നല്ലൊരു യോഗമല്ല ജാതകത്തിൽ എന്നുള്ളതാണ്. ചന്ദ്രനും ശനിയും ഇരിക്കുന്നത് ഒരു മോശം കോമ്പിനേഷൻ ആണ്. എന്നാൽ ഇവിടെ ശനി 3ാം ഭാവാധിപനായി 3ൽ നിൽക്കുന്നത് നല്ല ഒരു പൊസിഷൻ തന്നെയാണ് ശനിക്ക് എന്നും. ഇവിടെ ചന്ദ്രൻ ശനി യോഗം വരുന്ന പല ജാതകങ്ങളിലും ഈ ഒരു കോമ്പിനേഷൻ ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ വിവാഹം വഴുകുമെന്നെടുക്കരുത്. എന്നാൽ ഭൂരിഭാഗവും ചന്ദ്രൻ ശനി വരുന്നത് തന്നെ വിവാഹം വഴുകുന്ന ജാതകങ്ങളിൽ പല ഇതിലും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ജാതകങ്ങളിൽ വിവാഹം വഴുകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് 7ാം ഭാവത്തിൽ പാപബന്ധമുണ്ടോ എന്നും, ഇതുപോലെ വേറെ എന്തെങ്കിലും ഒരു കണക്ഷൻ, ശനിയുടെ ദൃഷ്ടി എവിടെയെങ്കിലും 7ലേക്ക് വരുന്നുണ്ടോ എന്നും, കൂടാതെ വ്യാഴവും ശുക്രൻ കോമ്പിനേഷൻ ഉണ്ടോ എന്നും, 7ാം ഭാവത്തിൽ ഏതെങ്കിലും നീചനോ പാപബന്ധമോ വന്നോ എന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ ഒരു പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഒരു സാധ്യത ഉള്ളത് കൊണ്ട് മാത്രം പറയരുത്. അത് ഒരിക്കലും നമുക്ക് പ്രവചനത്തിന് ചിലപ്പോൾ കറക്റ്റായി ഫലം വന്നില്ല എന്നിരിക്കും. അപ്പോൾ ഇതുകൂടെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വിവാഹം വഴുകുന്നത് പലവർക്കും എനിക്ക് ഒരുപാട് വിവാഹ കൺസൾട്ടേഷൻ വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇത് നിങ്ങൾക്ക് തന്നെ സ്വയം നോക്കി മനസ്സിലാക്കാവുന്നതും, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കൺസൾട്ടേഷനായി നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കൺസൾട്ടേഷന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ചാൽ പറയുന്നതായിരിക്കും. ഓഫീസ് നമ്പറാണ്. ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും. സ്ലോട്ടുകൾ ബുക്ക് ചെയ്ത് നിങ്ങൾക്കും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ജാതകത്തിന്റെ ഒരു വിശകലനം. നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ, സാധ്യതകൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് എല്ലാം ഒന്നും ഒരു വീഡിയോയിൽ പറഞ്ഞ് തികയില്ല, ലെങ്ത് ഒരുപാടാവും. അതുകൊണ്ടാണ് 2 വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നത്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോകൾ വേണമെങ്കിൽ കമന്റ് ചെയ്യുക. വിവാഹത്തിനെ പറ്റി കൂടുതൽ അറിയാൻ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് ആ വീഡിയോകളൊക്കെ ആയിട്ട് ഓരോരോ വീഡിയോസ് ആയിട്ട് നമുക്ക് ചാനലിൽ ഇടാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരും.